മലപ്പുറം കുറ്റിപ്പുറത്ത് ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിവാഹ നിശ്ചയത്തിന് പോവുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. 3 കാറുകളിലും ഒരു ബസ്സിലും ഇടിച്ചതിനു ശേഷമാണ് ബസ് മറഞ്ഞത്. അപകട സംഭവ സ്ഥലത്ത് നിന്ന് സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി ചേരുന്നു. സമീർ, എപ്പോഴായിരുന്നു അപകടം? ഈ പരിക്ക് പറ്റിയുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ അപകടം സംഭവിച്ചു എന്നാണ് പ്രാഥമികമായി നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം? സമീർ, സുഹൈല്, ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ദേശീയപാത 66 കുറ്റിപ്പുറത്തിന് സമീപം ആശുപത്രിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. കോട്ടക്കൽ ഭാഗത്ത് നിന്ന് ചമ്രവട്ട ഭാഗത്തേക്ക് പോവുകയായിരുന്ന വിവാഹ നിശ്ചയ സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നിയന്ത്രണം വിട്ട ബസ് കാറുകളിലും പിന്നീട് മറ്റൊരു ബസ്സിലും ഇടിച്ചാണ് മറിഞ്ഞിരിക്കുന്നത്. 6ഓളം വരുന്ന ആളുകൾക്ക് സാരമായ പരുക്കാണ് ഏറ്റിരിക്കുന്നത്. ഇവരെ കോട്ടക്കലിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളവരെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലും വളാഞ്ചേരിയിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അപകടം ഉണ്ടാക്കിയിരിക്കുന്ന ഈ ബസ് റോഡിന്റെ മധ്യഭാഗത്തു നിന്നും ഒരു സൈഡിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ നാട്ടുകാരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എപ്പോഴാണ് അപകടം സംഭവിച്ചത്? എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 11:30 കാലത്ത് 11:12 ഉള്ളിൽ സംഭവിച്ചതാണ്. ഇത് വളാഞ്ചേരി കോട്ടക്ക ഭാഗത്ത് നിന്ന് വരുന്ന ചമ്പ്രോട്ടം ഭാഗത്തേക്ക് എന്തൊരു കല്യാണ ഫംഗ്ഷനുമായിട്ട് പോകുന്ന ബസ്സാണ്. ഇതിൻ്റെ മുന്നിലുണ്ടായിരുന്ന 2 കാറുകൾക്ക് മുന്നിലൊരു കാറിന് തട്ടി വണ്ടി മറിഞ്ഞപ്പോൾ മറ്റൊരു കാറിൻ്റെ സൈഡിൽ കൂടെ ചാരി ആ കാറ് ഡിവൈറിനൊക്കെ ഇടിച്ചിട്ടാണ് ആ കാർ അവിടെ മാറ്റിയിട്ടുണ്ട് ഈ അപകടം ഉണ്ടായത്. വണ്ടി ചെരിഞ്ഞ് എടുക്കുകയായിരുന്നു. വണ്ടി KNRCയുടെ ട്രെയിൻ വന്നിട്ടാണ് പൊക്കി ഈ രൂപത്തിൽ വെച്ചിട്ടുള്ളത്. അപകടത്തിൽ ഒരു കുട്ടിക്ക് കാര്യമായ പരിക്കുണ്ട്, ഒരു സ്ത്രീക്കുണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചെറിയ നിസാര പരിക്കുകൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിൽ അതിൽ പ്രവേശിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ബസ്സൊക്കെ പൊക്കിയത് പിന്നെ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ്, അതോ അതിൽ തന്നെ ആളുകൾ പൊക്കി യാത്രക്കാരെ മാറ്റിയോ? അല്ല, ഇവിടെ പ്രദേശത്തുകാരും ഈ ഇതിൽ കൂടെ മറ്റു വാഹനങ്ങളിൽ പോകുന്ന യാത്രക്കാരും ആണ് ഇതിലെ അപകടം പറ്റിയ ആളുകളെല്ലാം മാറ്റിയത്. പിന്നെ ക്രെയിന് വന്നത് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ക്രെയിന് വന്നിട്ട് ഈ ബസ് നിർത്തി വെച്ചത്. ഇവിടെ റോഡിലൊക്കെ ഒരുപാട് അധികം കുഴികളും ഒക്കെ ഗതാഗതത്തിന് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ടോ? ഇവിടെ ഈ റോഡിൻ്റെ ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം ഇത് കുറ്റിപ്പുറം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് ഈ ആക്സിഡൻറ്റ് അയക്കുന്നത്. ഇവിടുന്ന് കുറ്റിപ്പുറം ജംഗ്ഷനിലേക്ക് 1 കിലോമീറ്റർ ഉണ്ട്. 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഇനി നാഷണൽ ഹൈവേൻ്റെ വർക്ക് നടക്കാനുള്ളത്. ആ വർക്ക് നടക്കുന്നതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് തുടങ്ങുന്ന ഭാഗമാണ് ഈ പ്രദേശം. ഇവിടെ വളാഞ്ചേരി കോട്ടക ഭാഗത്തു നിന്ന് തന്നെ 3 വരിപ്പാത 6 വരിപ്പാത ക്ലിയറായി മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ വരുമ്പോഴാണ് അത് ഒരു ലൈനിലേക്ക് മാറുകയാണ്. ആ മാറുന്ന ഈ സ്ഥലത്ത് വരുമ്പോൾ വണ്ടികൾ അമിത വേഗതയിൽ വരും. അതിന് ഒരു സിഗ്നൽ കാണിക്കാൻ ഇവിടെ റോഡ് ഇങ്ങനെ പണി നടക്കുന്നതാണെന്ന് കാര്യമായ ഒരു സിഗ്നൽ സംവിധാനങ്ങൾ ഇവിടെ ഈ KNRC എന്ന് പറഞ്ഞ കമ്പനി ചെയ്തിട്ടില്ല. ഇവിടെ രാത്രി കാലങ്ങളിൽ അപകടം നടക്കലുണ്ട്. ഞാൻ ഇതിൻ്റെ തൊട്ട് അടുത്ത വീട്ടുകാരനാണ്. രാത്രിയാണ് ഓരോ ദിവസം ഇടവിട്ടിട്ട് ഇവിടെ കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. രാത്രി ഈ സിഗ്നൽ കാണാത്തത്. ഇത് പകലാണ് സംഭവിച്ചത്. ഇതിന് കാര്യപ്പെട്ട് പറയാനുള്ളത് ഈ 2 റോഡും കൂടി വന്ന് ചേരുന്നിടത്ത് ഡിവൈഡറുകൾ കാര്യമായിട്ടില്ല. സെൻറ്ററിൽ വലിയൊരു കുഴി, ഒരു ചാലി, ഒരു ഡിവൈഡർ ഇടാനിട്ടുണ്ട്. അതിൽ ഈ വണ്ടികൾ വന്നിറങ്ങുമ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. കാര്യമായിട്ട് ഈ അപകടങ്ങൾ വരാതിരിക്കാൻ ഈ കമ്പനി ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ച് ഇവിടെ വേണ്ട സിഗ്നലുകൾ സ്ഥാപിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. സുഹൈല്, ഇതൊരു ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന ഒരിടമാണ്. അതുകൊണ്ട് തന്നെ റോഡിലൊക്കെ തന്നെ പലയിടത്തും പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ റോഡിന്റെ മധ്യഭാഗത്ത് വലിയ നീളത്തിലുള്ള കുഴി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ തൊട്ടപ്പുറത്ത് 6 വരി പാതയാണ്. അവിടെ വലിയ വേഗതയിലെത്തുന്ന വാഹനങ്ങൾ വളരെ വേഗത്തിൽ ഇവിടെ എത്തുന്ന സമയത്ത് 2 വരി മാത്രമായി ചുരുങ്ങുന്നു. മുൻപ് ഇതിന്റെ തൊട്ടപ്പുറത്ത് സിഗ്നലോ മറ്റു ബോർഡുകളോ എല്ലാ റോഡുകളും എല്ലാവർക്കും പരിചിതമായെന്ന് വരില്ല. അപ്പോൾ പരിചയമില്ലാത്ത ആളുകൾ ആ റോട്ടിൽ വരുമ്പോൾ എവിടെ കുഴി, എവിടെയെന്ന് തിരിയണം, എവിടെയെന്ന് ഇത് ഡൈവേർട്ട് ചെയ്യണം, അങ്ങനെ കൃത്യമായി അറിയണമെന്നില്ല. അതിനൊരു സൂചനാ ബോർഡ് പോലും ഈ പറയുന്ന ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കരാർ കമ്പനി അവിടെ സ്ഥാപിച്ചിട്ടില്ലേ? ഇത്തരം അപകടങ്ങൾ പതിവായിട്ടും കമ്പനിക്കെതിരെ ഇവർ ആരോപണം ഉന്നയിക്കുമ്പോഴും ആക്ഷേപം ഉന്നയിക്കുമ്പോഴും ഒരു ഇടപെടൽ ഈ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല സമീർ? സുഹൈല്, നാട്ടുകാർ നിരന്തരമായി ഇത്തരം വിഷയം പരാതിയായി ചൂണ്ടിക്കാണിച്ചിട്ടും കാര്യമായ നടപടി കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ വലിയ 6 വരി പാതയാണ്. പക്ഷേ ഇവിടെ എത്തുന്ന സമയത്താണ് അത് 2ആയി ചുരുങ്ങുകയും വലിയ ഗർത്തമൊക്കെ തന്നെ ഇവിടെ രൂപപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് ഇങ്ങോട്ട് 2 വരി പാതയായി വളരെ വീതി കുറഞ്ഞ ഒരു റോഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയൊക്കെ തന്നെ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ റോഡിന് ഇവിടെ സ്ഥലം ഉണ്ടായിട്ട് പോലും വീതി കൂട്ടുന്നില്ല, മാത്രമല്ല സിഗ്നൽ ബോർഡുകളോ മറ്റുള്ള ബോർഡുകൾ സ്ഥാപിക്കണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സുഹൈൽ.
സിമീറാണ് വിവരങ്ങൾ നൽകിയത്. 4 വരി പാതയായി വന്ന് ഒരു പ്രത്യേക ഇടത്ത് എത്തുമ്പോൾ 2 വരിയാകും, പക്ഷെ അവിടെ സിഗ്നലുകളില്ല, റോഡിലെങ്ങും കുഴിയാണ്. ഇതൊക്കെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഇതൊന്നും അറിയാതെ യാത്ര ചെയ്ത വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ സ്ഥലത്ത് സമാനമായ അപകടങ്ങൾ പതിവാണെന്നും നാട്ടുകാർ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.